നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് അടുത്ത വിഷു വരെയുള്ള 12 മലയാള മാസങ്ങളിൽ എന്തൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത്, എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകും, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് വളരെ വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ധനുക്കൂറിലെ അവസാന 3/4 ഭാഗവും മകരക്കൂറിലെ ആദ്യ 1/4 ഭാഗവും ചേർന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 2026 മേട വിഷു മുതൽ 2027 മേട വിഷു വരെയുള്ള കാലയളവ് സ്ഥിരതയുടെയും നേട്ടങ്ങളുടെയും വർഷമാണ്. ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സ്വാധീനം ജൂണിന് ശേഷം വലിയ നേട്ടമാണ് ഇവർക്ക് നൽകുന്നത്. പ്രധാനമായ നേട്ടങ്ങൾ ധനപരമായിട്ട് ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയും. പുതിയ നിക്ഷേപങ്ങൾക്കും ചിട്ടികൾക്കുമെല്ലാം ഈ വർഷം അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പുതിയ വാഹനം സ്വന്തമാക്കുവാനും യോഗമുണ്ട്. അവിവാഹിതർക്ക് ജൂണിന് ശേഷം വിവാഹ കാര്യങ്ങൾ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. ഇനി ഓരോ മാസങ്ങളായി നമുക്ക് ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. മേടമാസം ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയുള്ള മേടമാസത്തിൽ വർഷാരംഭത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. സാമ്പത്തികപരമായി അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കുക. അതായത് സാമ്പത്തികപരമായി നിങ്ങൾക്കുള്ളത് കൊണ്ട് കഴിയുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്യാവശ്യത്തിന് കൈവശം വച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന പണം മറ്റൊരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുന്നതും ഈ മേടമാസത്തിൽ ഒന്ന് ഒഴിവാക്കുക. കാരണം അതൊരു പക്ഷേ സമയത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങേണ്ട ഒരവസ്ഥ വന്നു ചേരും. ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം. കാരണം ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരുടെ കൂടെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്കത് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ. ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അസ്ഥി സംബന്ധമായ അസ്വസ്ഥതകൾ, ജോയിൻ്റ് പെയിനുകളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം. കയറ്റവും ഇറക്കവും ഇല്ലാത്ത ഒരു മാസം എന്ന് തന്നെ പറയാം. നമ്മുടെ കൈവശമുള്ള പണം സൂക്ഷിച്ച് ചിലവാക്കി അപ്രതീക്ഷിതമായ എന്തെങ്കിലും ചിലവുകൾ വന്നാലും അതിനെ കൂടി ഒന്ന് മാനേജ് ചെയ്ത് നിൽക്കുവാനായിട്ട് ശ്രമിക്കണം. ഇടവമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് ഇടവമാസം. സൗഹൃദങ്ങൾ വഴി നേട്ടമുണ്ടാകുന്ന ഒരു മാസമാണിത്. നിങ്ങളുടെ ബന്ധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മാസം നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. ധനപരമായി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പണം എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ചിട്ടിയിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്ന പണം അത് നിങ്ങൾക്ക് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു, അത് ഇതുവരെയും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടവമാസത്തിൽ അത്തരത്തിലുള്ള പണം ഭാഗികമായിട്ടെങ്കിലും തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൂടുന്ന സമയമാണ്. ഉപരിപഠനത്തിനും ഇവർക്ക് അവസരം ലഭിക്കും. വാഹനത്തിന് ചെറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നേക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കൃത്യമായ ട്രാഫിക് റൂളുകൾ പാലിച്ച് മാത്രം വാഹനം കൈകാര്യം ചെയ്യുക. മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഒരു കാരണവശാലും മദ്യപിച്ച് വാഹനം ഈ സമയത്ത് ഓടിക്കരുത്. അസമയങ്ങളിൽ, അതായത് പാതിരാത്രികളിൽ അനാവശ്യമായ യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. എപ്പോഴും വാഹനം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധ വേണം. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളിലൂടെ നമുക്ക് ധനനഷ്ടം വരും എന്ന് പറയുന്നത് നോർമലി ആ വാഹനത്തിന് പണി വരും എന്നല്ല, നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലെ തെറ്റായ അല്ലെങ്കിൽ അശ്രദ്ധമായ കാര്യങ്ങളിലൂടെ തന്നെ വല്ല തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ പെറ്റികളൊക്കെ, ഫൈനുകളൊക്കെ ലഭിക്കും. അങ്ങനെയൊക്കെ നമുക്ക് വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ ധന പാഴ്ചെലവുകളോ ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മിഥുനമാസമാണ്. മിഥുനമാസം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്ന ഒരു മാസമാണ്. ജൂൺ 2 വ്യാഴം മാറുകയാണ്. ധനകാരകനായ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ധനപരമായ വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് നാളിതുവരെ ഉണ്ടായിരുന്ന ആ പിരിമുറുക്കത്തിന്, പ്രതിസന്ധിക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു മാസമാണ് മിഥുനമാസം. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് പുതിയ അവസരങ്ങൾ വരും.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കണ്ടെത്തുവാനുള്ള പുതിയ പാതകൾ തുറക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ധനവരവ് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് പോലും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വിദേശത്തുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനികളുമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നേരിട്ടോ ഓൺലൈനോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായുള്ള ധനം ലഭിക്കുവാൻ സാധ്യതയുള്ള മാസമാണ് മിഥുനമാസം. വിവാഹ ആലോചനകൾ സജീവമാകുന്ന സമയമാണ്. നാളിതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കൊണ്ട് നിങ്ങൾ മനം മടുത്തിരിക്കുമ്പോൾ നിങ്ങളെ തേടിപ്പോലും വിവാഹ ആലോചനകൾ എത്തുവാൻ സാധ്യതയുള്ള സമയമാണ്. കൂടാതെ പ്രണയബന്ധങ്ങൾ വീട്ടുകാർ അംഗീകരിക്കുന്ന ഒരു മാസം കൂടിയാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ശ്രമത്തിന് ഒരു നല്ല മറുപടി, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപരമായി തന്നെ കലാശിക്കും. ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അത് പ്രൈവറ്റ് ആയാലും ശരി തന്നെ ഗവൺമെൻറ് ആയാലും ശരി തന്നെ, നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ മിഥുനമാസം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി കർക്കിടക മാസത്തിൽ, അതായത് ജൂലൈയുടെ പാതി മുതൽ ഓഗസ്റ്റിൻ്റെ പാതി വരെയുള്ള സമയത്ത് മനസ്സമാധാനവും കുടുംബസുഖവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. വീട്ടിൽ കുടുംബവുമായിട്ട് ഇഴചേർന്ന ഒരു നല്ല ബന്ധം നിങ്ങൾക്കുണ്ടാവും. കുടുംബാംഗങ്ങളുമായി വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ പുതിയ വസ്തു വാങ്ങുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വസ്തു വിൽക്കപ്പെടുന്നതിലൂടെയോ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ലാഭം ഈ സമയത്ത് ഉണ്ടാകും. പുതിയ വീടോ വസ്തുവോ വാങ്ങാനും യോഗമുള്ള ഒരു സമയമാണ് കർക്കിടക മാസം. ബാങ്ക് ലോണുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുവദിച്ച് കിട്ടുന്ന സമയം കൂടിയാണ്. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു വീട് വയ്ക്കുവാനോ ബിസിനസ് തുടങ്ങുവാനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു ലോണിന് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരുന്നെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ, അതായത് ജൂലൈയുടെ പാതി മുതൽ ഓഗസ്റ്റിൻ്റെ പാതി വരെയുള്ള സമയത്ത് ആ ലോണുകൾ അനുവദിച്ച് കിട്ടുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായും ആ ലോൺ അനുവദിച്ച് കിട്ടും. ദീർഘകാലമായുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ വളരെ കാലമായി മനസ്സിൽ ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിരന്തരമായി നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെങ്കിൽ, ആ പ്രാർത്ഥന അത് എന്ത് തന്നെയായാലും തീർച്ചയായും സഫലമാകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ചിങ്ങമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ചിങ്ങമാസം. കർമ്മരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന മാസമാണിത്. നിങ്ങളുടെ കർമ്മരംഗം അത് ഏതായാലും, കലയോ കായികം രാഷ്ട്രീയം സാംസ്കാരികം എന്തുമായിക്കോട്ടെ, ആ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോജക്റ്റ്, അതായത് ഒരു പുതിയ പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ആ വർക്ക് അത് എന്ത് തന്നെയായാലും അതിന് അംഗീകാരം ലഭിക്കും. അതിലൂടെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സമയമാണ്. ഈ വർക്ക് ചെയ്ത ആൾ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്ത ആൾ ഇന്ന ആളാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന, നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ണർഷിപ്പുകൾ ലഭിക്കും. പുതിയ പങ്കാളികളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. അതുമൂലം തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലേക്ക് വരികയും ബിസിനസ് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് പോവുകയും ചെയ്യും. ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് നാളിതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ അതെന്തായാലും ഈ സമയത്ത് ലഭിക്കുവാൻ കൂടുതൽ യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ഉത്തമമായ സമയമാണ്. നിങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു വാഹനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഇറങ്ങി നോക്കൂ. തീർച്ചയായും നല്ല സമയമാണ്, അത് സാധിക്കും. പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. കൃത്യമായി അത് ശ്രദ്ധിക്കുക. ആവശ്യമായ ചികിത്സ എന്തെങ്കിലും കൊടുക്കേണ്ട സമയമാണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യുവാനും മടിക്കരുത്. കന്നിമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കന്നിമാസം. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു മാസമാണിത്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന തലത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് പോകും. അത് കുറച്ചുകൂടി നല്ലൊരു വീടാകാം. ആ വീട്ടിൽ തന്നെ കുറേ കൂടി ആധുനികമായ ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഒക്കെ വാങ്ങാം. വീട് നവീകരിക്കാം, പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പുതുമ വരുത്തുന്ന തരത്തിൽ
കുറേ കൂടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഈ കന്നിമാസം. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഈ സമയത്ത് സാധിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കാം. സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് ആവശ്യമായ ഒരു അഡ്മിഷനോ ഒക്കെ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. ഇനി തുലാം മാസം, ഒക്ടോബർ മാസത്തിൻ്റെ പാതി മുതൽ നവംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് തുലാം മാസം. യാത്രകൾ കൊണ്ട് പുതിയ അനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങളാകാം, ഔദ്യോഗികമായ കാര്യങ്ങളാകാം, സ്വകാര്യമായ ആവശ്യങ്ങളാകാം. എന്ത് തരത്തിലുള്ള യാത്രകളായാലും ശരി തന്നെ അതിന് ഒരു സബലീകരണം ഉണ്ടാകും. ആ യാത്ര കൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫലങ്ങൾ നേടുവാനും സാധിക്കുന്ന മാസമാണ് തുലാമാസം. സാമ്പത്തികപരമായി അനാവശ്യമായ ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. അനാവശ്യമെന്ന് തോന്നുന്ന ചിലവുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടെത്തുവാനും അത് വെട്ടിക്കുറയ്ക്കുവാനുമൊക്കെ സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഴ്ചെലവായി പോകുന്ന പണം കൂടി സ്വരൂപിച്ച് വയ്ക്കുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യത്തിന് വർധനവുണ്ടാകുവാനും ഈ സമയത്ത് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുന്ന മാസമാണ് ഈ തുലാമാസം. പങ്കാളിയുടെ പേരിൽ സ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേരിൽ അവരുടെ കുടുംബ സ്വത്തായിട്ടോ അല്ലെങ്കിൽ അവരുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സമ്പാദ്യമോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കണം. അവ്യക്തമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ധാരണയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു എഗ്രിമെൻറ്റിലും ഈ സമയത്ത് സൈൻ ചെയ്യരുത്. കാരണം അത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വ്യഥകൾ ഉണ്ടാകുവാൻ കാരണമാകും. അതുകൊണ്ട് ഏത് ഉടമ്പടികളിൽ ഒപ്പിടുന്നെങ്കിലും അത് ബിസിനസ്സുമായിട്ടായാലും മറ്റെന്തെങ്കിലും കാരണങ്ങളായാലും ശരി തന്നെ ശ്രദ്ധിക്കണം. തുകകൾ എഴുതാത്ത ചെക്കുകളൊന്നും ആർക്കും ഒപ്പിട്ട് കൊടുക്കാതിരിക്കുവാനും വെള്ള പേപ്പറുകളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചൊന്നും എഴുതി കൊടുക്കരുത്. മറ്റുള്ളവർക്ക് ഈ സമയത്ത് സാമ്പത്തികപരമായ ജാമ്യം നിൽക്കുവാനും പോകാതിരിക്കുക. വൃശ്ചിക മാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. സാമൂഹികമായി വലിയ അംഗീകാരം ലഭിക്കുന്ന മാസമാണിത്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ആദരിക്കും, നിങ്ങളുടെ കഴിവിനെ ആദരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്രയും നാൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു, ആ വ്യക്തിയെ ആദരിക്കണം. അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ നാട്ടുകൂട്ടങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയോ എത്തരത്തിലായാലും ശരി, നിങ്ങളുടെ സാമൂഹികമായ സേവനങ്ങൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങൾക്കൊരു വില ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് വൃശ്ചിക മാസം. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം നിങ്ങൾക്ക് ലാഭകരമാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങി വെച്ചിരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ലാഭകരമാകും. എങ്ങനെ? സ്വർണത്തിന് വില കൂടാം, നിങ്ങൾ വാങ്ങിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ മതിപ്പ് വില വർദ്ധിക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ലാഭകരമാകും. ഈ സമയത്ത് നിങ്ങൾക്കത് കൈമാറ്റം ചെയ്ത് വേണമെങ്കിൽ കൂടുതൽ ധനം ഉണ്ടാക്കുവാനും കഴിയും. തൊഴിൽപരമായ അംഗീകാരങ്ങളും ലഭിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതായാലും കർമ്മ മേഖലയിൽ നിങ്ങളുടെ പ്രാവീണ്യത്തിന്, നിങ്ങളുടെ കഴിവിന് ഈ സമയത്ത് അംഗീകാരം ലഭിക്കും. ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് കൂടുതൽ വേതനം നിങ്ങളിലേക്ക് എത്തും, സ്ഥാനക്കയറ്റം ലഭിക്കും. ശമ്പളം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ വൃശ്ചിക മാസം. നിങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വൃശ്ചിക മാസത്തിലെ നല്ല ഒരു മുഹൂർത്തം കണ്ടെത്തി ഗൃഹപ്രവേശം ചെയ്യുക. നിങ്ങൾക്കത് വളരെ വലിയ ഐശ്വര്യങ്ങൾ ഭാവിയിൽ കൊണ്ടുവരും. ഇനി ധനുമാസത്തെ പറ്റിയാണ്. ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരി മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ധനുമാസം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുവാനും ആ ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനും സാധിക്കുന്ന മാസമാണ് ധനുമാസം. നിങ്ങളുടെ പഴയ കാലത്തെ നല്ലൊരു സുഹൃത്ത്, ഒരുപാട് കാലമായി നിങ്ങളുമായി കാണാതിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുവാനോ അല്ലെങ്കിൽ വലിയൊരു നേട്ടമുണ്ടാക്കുവാനോ ഒക്കെ ഈ സമയത്ത് സാധിക്കും.
ദൂരയാത്രകൾ നടത്തുവാനും അത് ആസ്വദിക്കുവാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ധനുമാസം. നിങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി കുറേ നാളായി നമ്മൾ അലഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, അത് നടക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും. അതല്ല, പുതുതായി ആലോചനകൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നു വിവാഹപ്രായമായ കുട്ടികൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇറങ്ങി നോക്കിയാലും വിവാഹ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തീരുമാനമാകും. മകരമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. 2027 ജനുവരിയുടെ പാതി മുതൽ ഫെബ്രുവരിയുടെ പാതി വരെയുള്ള സമയമാണ് മകരമാസം. ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഊർജ്ജസ്വലത, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഊർജം, സന്തോഷം, ആത്മവിശ്വാസമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് മകരമാസം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച ലാഭം ലഭിക്കുന്ന സമയമാണെന്ന് തന്നെ പറയാം. കാര്യം സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നതിയിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തുന്ന എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. പുതിയ കോണ്ടാക്റ്റുകൾ, ഉടമ്പടികളൊക്കെ ലഭിക്കും. തൊഴിലിൽ വലിയ ആദായം ലഭിക്കും. കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ ലഭിക്കും. ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് മന്ദീഭവിച്ച് പോയിരുന്ന ഒരു ബിസിനസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു പുതുജീവൻ വന്നത് കണക്ക് പെട്ടെന്ന് അതങ്ങ് ഉയർന്ന് വരികയും അതിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് മകരമാസം. സാമ്പത്തികപരമായി വളരെ ഭദ്രമായ ഒരവസ്ഥയാണ്. അനാവശ്യമായി നിങ്ങൾ പണം ധൂർത്തടിക്കാതിരിക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാകും. വിദേശ പഠനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് പുറത്തു പോകുവാൻ സാധിക്കും. ഇനി കുംഭമാസം, ഫെബ്രുവരി മാസത്തിൻ്റെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കുംഭമാസം. ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്ന ഒരു മാസമാണ് കുംഭമാസം. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. അനാവശ്യമായി വലിച്ചു വാരി ആഹാരം കഴിക്കരുത് എന്ന് മാത്രമല്ല, വിശക്കുമ്പോൾ അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയും വേണം. അനാവശ്യമായ യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. കാരണം നല്ല വിശ്രമം ആവശ്യമായ ഒരു സമയമാണ്. നിങ്ങൾ മുൻ മാസങ്ങളിലൊക്കെ എടുത്ത ആ കഠിനമായ യത്നത്തിന് ഇപ്പോൾ ഒരു വിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിനെ അത് നന്നായി ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം വിശ്രമിക്കാൻ ശ്രമിക്കണം. ഭക്ഷണ കാര്യത്തിലും യാത്രകളിലുമൊക്കെ കൃത്യത ഉണ്ടാക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മതിയായ ചികിത്സയൊക്കെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. വാക്ക് തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ശരിയായൊരു കാരണം നിങ്ങളുടെ ആരോഗ്യാവസ്ഥ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വതവേ നിങ്ങൾക്ക് ഒരു ദേഷ്യ സ്വഭാവം കൂടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുണ്ടാകും. അത് കുടുംബാംഗങ്ങളുമായി ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടായാലും അതിനെ രമ്യമായി പരിഹരിക്കുവാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ചെലവുകൾ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം കുറച്ച് ചെലവ് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ഒരു മാസമാണ്. അതിന് മിക്കവാറും കാരണമാകുന്നത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം തന്നെ ആയിരിക്കും. ഇനി മീനമാസം, മാർച്ച് മാസത്തിൻ്റെ പാതി മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മീനമാസം. വർഷാവസാനം സമാധാനപരവും നേട്ടങ്ങൾ നിറഞ്ഞതുമായിരിക്കും. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറ്റിയ സമയമാണ്. അതിനാവശ്യമായ പണം നിങ്ങൾക്ക് വളരെ ഈസിയായി കണ്ടെത്താൻ കഴിയും. ഒരു ഇൻവെസ്റ്റർ വരണം എന്ന് തന്നെയില്ല. നിങ്ങളുടെ കൈവശമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിലെ മറ്റേതെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കത് തീർച്ചയായും സാധിക്കും. തീർത്ഥയാത്രകൾ നടത്തുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. മനസ്സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നേരത്തെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ നിങ്ങൾ ഈ മാസം തീരുമാനിക്കും. അതിനുള്ള യോഗവും ഈ മീനമാസത്തിലുണ്ട്. കുടുംബത്തിൽ മുൻ മാസം, അതായത് കുംഭമാസത്തിലുണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളും ചെറിയ പ്രശ്നങ്ങളുമൊക്കെ ഈ മാസം പരിഹരിക്കപ്പെടും. സമാധാനവും സന്തോഷവും നേട്ടവുമൊക്കെ നിറഞ്ഞ സാമ്പത്തിക ഭദ്രമായ ഒരു മാസം തന്നെയായിരിക്കും മീനമാസം. സൂര്യൻ അധിപനായ ഉത്രാടം നക്ഷത്രക്കാർക്ക്
ഐശ്വര്യത്തിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സൂര്യപ്രീതി വരുത്തണം. ദിവസവും സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസവും ആരോഗ്യവും നൽകും. സൂര്യൻ ഉദിച്ചതിന് ശേഷവും കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വർഷത്തിൻ്റെ, അതായത് ഈ മലയാള മാസത്തിൻ്റെ അവസാന സമയത്ത് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം തിരിച്ചെടുക്കാൻ കഴിയും. സൂര്യപ്രീതി വരുത്തുക. ആദിത്യ ഹൃദയം ജപിക്കുന്നത് പുലർച്ചെ സൂര്യോദയ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുകയും നീരാഞ്ജനം സമർപ്പിക്കുകയും ചെയ്യുക. അത് വളരെ നല്ലതാണ്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ നിറം ചുവപ്പാണ്. അത്തരത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നതും ഉത്തമമാണ്. സത്യസന്ധതയും കൃത്യനിഷ്ഠയും നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായും കാരണമാകും. അത് തീർച്ചയായും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു കാലമാണ് ഈ വിഷുവിന് ശേഷമുള്ള 12 മാസക്കാലം. അനാവശ്യമായ ഭയം ഒഴിവാക്കുക. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. വഴിയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ക്ഷമയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക. തീർച്ചയായും ആ തടസ്സങ്ങളൊന്നും നിങ്ങളെ വളരെ വലിയ പ്രതികൂലാവസ്ഥയിലൊന്നും എത്തിക്കില്ല. നിങ്ങൾ പിന്തിരിയേണ്ട യാതൊരു കാര്യവും ഈ വർഷത്ത് ഇല്ല. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. ഈശ്വര ചിന്തയോടുകൂടി തന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറും. പൊതുവെ സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായ മാസങ്ങളാണ് ഈ 12 മാസങ്ങളും. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സ്വഭാവത്തിലെ ദേഷ്യം, അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്നവരോട് അനാവശ്യമായ തർക്കങ്ങൾ, ഇങ്ങനെയുള്ള ചില സ്വഭാവത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി. പിന്നെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ ഈ സമയത്ത് ഭവിക്കുകയുള്ളൂ. അതുകൂടാതെ കഴിയുന്നിടത്തോളം ദാനങ്ങൾ ചെയ്യുക. നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക്, അശരണർക്ക് മരുന്നായോ ഭക്ഷണമായോ വസ്ത്രങ്ങളായോ ഒക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ദാനം ചെയ്യുക. നമ്മളെക്കാൾ താഴെ നിൽക്കുന്നവർ, അത് സാമ്പത്തികമായാലും ശരി തന്നെ, ആരോഗ്യപരമായാലും ഏത് മേഖലയിലായാലും നമ്മളെക്കാളും താഴെ നിൽക്കുന്നവരോട് സഹാനുഭൂതിയോടുകൂടി മാത്രമേ പെരുമാറാവൂ. നമ്മൾ അവരെ ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. പാവപ്പെട്ട ജീവജാലങ്ങൾക്ക്, പാവപ്പെട്ട പക്ഷിമൃഗാദികൾക്ക് വെള്ളമോ ആഹാരമോ ഒക്കെ കൊടുക്കുക. തെരുവ് മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ വലിയ പുണ്യമാണ്. കാലഭൈരവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അപ്പോഴുണ്ടാകും. കാലദോഷങ്ങളൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ മാറിക്കിട്ടും. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ധനവും ആരോഗ്യവും സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണിത്. ഈശ്വരവിശ്വാസത്തോടുകൂടി, സച്ചിന്തയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവിധ നന്മകളും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.